ഒരു സർക്കാർ അട്ടിമറിക്കപ്പെടും എന്നൊന്നും വിചാരിക്കാൻ വേണ്ടി മൂഢസ്വർഗത്തിലല്ല. പക്ഷേ ഒരു സർക്കാർ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. അത് ഒരു വലിയ ഇമേജ്, ഒരു ക്ലീൻ ഇമേജ്, അതൊരു ഒരു യോഗി വര്യൻ എന്ന നിലയ്ക്ക് അദ്ദേഹം കെട്ടിച്ചമച്ച് വെച്ചിരിക്കുന്ന ഒരു ഇമേജ് പൊളിയുന്നുണ്ട് ഇവിടെ. അതിന് കാരണമായിരിക്കുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികളാണ്. അവർക്ക് 19 മുതൽ 25 വയസ്സ് വരെയോ അതിൽ താഴെയോ ഒക്കെ പ്രായമുള്ള കുട്ടികളാണ് അവരടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ട ആളുകളാണ്. ഒരുപക്ഷെ ഇന്ന് സാങ്കേതികമായി നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ മിണ്ടി, സാങ്കേതികമായെന്നേ ഞാൻ പറയുന്നുള്ളൂ, മിണ്ടി. അത് മിണ്ടാൻ അദ്ദേഹത്തെ കൊണ്ട് പ്രേരിപ്പിച്ചിരിക്കുന്ന ഒരു ഘടകം ഇതാണ്. കാരണം ഇത് ഈ തുടർന്ന് വരുന്ന, അതായത് 14 മുതൽ അദ്ദേഹം പുതിയ ഭാരതം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് തീർച്ചയായും അതിൽ വീണ്ടും കല്ലുകൾ വെച്ച് പോകണമെങ്കിൽ ഇവരെ കൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്തണമല്ലോ, ഇവരെ അഡ്രസ്സ് ചെയ്യാതെ വേറെ നിവൃത്തിയില്ല എന്നതുകൊണ്ടാണ് സാങ്കേതികമായി അദ്ദേഹം മിണ്ടിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് നത്തിങ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ വെൽഫെയർ ആൻഡ് ഫ്യൂച്ചർ ഓഫ് അവർ യൂത്ത്, ഒന്നാമത്തെ സെൻറ്റൻസ്. പക്ഷേ ഈ നത്തിങ് എന്നുള്ള വാക്കിന് പകരം അവിടെ ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം ഇമ്പോർട്ടൻ്റ് അല്ല എന്നുകൂടി എഴുതിയാൽ മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ, അതിനൊരു ഉറപ്പുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഞാൻ ഈ ജന്തർ മന്ദറിലെ അതെ കണ്ടിരുന്നു. ഇനി ഈ ജന്തർ മന്ദർ പ്രതിഷേധത്തിനെത്തിയ ഇത്രയും അസംഖ്യം പൗരന്മാർ, അവർക്കൊക്കെ വലിയ പൗരബോധമുള്ളവരും നീതി നിഷേധവും അവകാശങ്ങളെപ്പറ്റി ബോധമുള്ളവർ തന്നെയാണ് അവിടെ കൂടിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അങ്ങനെ സത്യത്തിൽ ഇന്ത്യയുടെ ഒരു ഭാവി പരിച്ഛേദമായ ഒരു വിഭാഗത്തിനെയാണ് നമ്മളവിടെ കാണുകയും ചെയ്യുന്നത്. അതിനുള്ളിൽ ഞാൻ ഒരു പ്ലക്കാർഡ് കാണുകയാണ്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചതാണ്. ആസ് എ ജർമ്മൻ, ഒരു ജർമ്മൻ വിദ്യാർത്ഥി, ഒരു വിദേശ പൗരനാണ് അയാൾ, പക്ഷെ അയാളുണ്ട് ആ പ്രതിഷേധത്തിൽ. ആസ് എ ജർമ്മൻ ഐ നോ വാട്ട് എ ഡിക്റ്റേറ്റർഷിപ്പ് ഈസ് വെൻ ഐ സീ വൺ എന്നാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഒരു ജർമ്മൻ എന്ന നിലയ്ക്ക് ഹിറ്റ്ലറെയാണ്. അപ്പോൾ അത് എന്താണ് ഇവിടെ ഒരു സ്വേച്ഛാധിപതി, ഏകാധിപതി, അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ പ്രവണത എന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കാണുമ്പോൾ. അത് ആ പ്രതിഷേധത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ അതിലുള്ള ഒരു പ്ലക്കാർഡാണിത്. ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്, ആരെയാണത് പറയുന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ പ്രധാനമന്ത്രി വേണോ അല്പം തമാശയായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ ഡയലോഗ് ഉണ്ടല്ലോ, പഞ്ചാബി ഹൗസിലാണെന്ന് തോന്നുന്നു, മിണ്ടാനും സംസാരിക്കാനും പറ്റാത്ത ആളാണ്, പക്ഷേ മിണ്ടുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളെ പോലെ തന്നെയാണ് പെരുമാറ്റം. നേരെ തിരിച്ചാണ് പറയേണ്ടത്. അതായത് മിണ്ടാനും സംസാരിക്കാനും ഒക്കെ പറ്റും അദ്ദേഹത്തിന്, പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരാളാണ് അദ്ദേഹം എന്നാണ് സത്യത്തിൽ അദ്ദേഹത്തെ പറ്റി പറയേണ്ടത്. കാരണം ഇവിടെയുള്ള മാധ്യമ ചോദ്യങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ ഒരു ബധിരനെ പോലെ അത് അവഗണിക്കുന്ന അദ്ദേഹം, മറ്റു മാധ്യമങ്ങൾക്കൊന്നും മുഖം കൊടുക്കാത്ത അദ്ദേഹം, ഇനി അതായത് ഈ പറയുന്നത് പോലെ ഞാൻ പറയുന്നത് ഒരു പ്രതിഷേധവും കാണാനോ കേൾക്കാനോ കൂട്ടാക്കാത്ത, അതിനോടൊന്നും, അതായത് ഞാനോ എൻ്റെ ഭാഗമായ സർക്കാരോ ഒന്നും അത് മൈൻഡ് ചെയ്യേണ്ട എന്നുള്ളതും, പക്ഷേ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മുതിർന്ന ആളാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ തർക്കമേയില്ല. ആ അദ്ദേഹത്തെ കൊണ്ടാണ് ഇന്ന് മിണ്ടിച്ചിരിക്കുന്നത്. ഈ യുവതയല്ലേ അത് മിണ്ടിച്ചിരിക്കുന്നത്. കേവലം ഈ വൈകിയെങ്കിലും പ്രക്ഷോഭ നിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗെയോ ആണ് അദ്ദേഹത്തെ കൊണ്ട് വാ തുറപ്പിച്ചിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അത് ഇവിടുത്തെ വിദ്യാർത്ഥികളാണ്, ഇവിടുത്തെ യുവതയാണ്, അവരുടെ ആർജവമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇന്നൊന്ന് ഒരു എന്തെങ്കിലും ഒരു കാര്യം സാങ്കേതികമായെങ്കിലും മിണ്ടാൻ വേണ്ടി പ്രേരിപ്പിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മാത്രമല്ല, കുട്ടികൾ അതിലും വലിയ ഇത്രയും അധികം അവരെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടും അവർക്കെതിരെ വലിയ വ്യാപകമായി ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ വിട്ടിട്ടും അവരിന്നൊരു തീരുമാനമെടുത്തത് എന്താണെന്നറിയോ, ജന്തർ മന്ദറിൻ്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നു, ചർച്ചകൾക്ക് വേണ്ടി അവിടെ സ്പേസ് ഉണ്ടെന്ന്. അതായത് ഇനി ഞങ്ങൾ അങ്ങോട്ട് കാത്തു നിൽക്കില്ല എന്നുള്ളതാണ്. അങ്ങോട്ട് പോയി ചർച്ച നടത്തുവാനോ കാത്തിരിക്കുവാനോ ഞങ്ങൾ ഒരുക്കമല്ല, ഈ വാതിലുകൾ തുറന്നിടിക്കുകയാണ്, വരട്ടെ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അത് അവർക്ക് അത് പറയാനുണ്ടാക്കുന്ന ഒരു ധൈര്യം, ആ ധൈര്യം ഇവിടെയുള്ള മുഴുവൻ പൊതുസമൂഹത്തിലുള്ള ബഹുഭൂരിപക്ഷം, ഞാൻ എക്സെപ്റ്റ് BJP, മറ്റ് സംഘപരിവാർ അനുകൂല സംഘടനകൾ, ഇവർക്കൊഴികെ ബാക്കി എല്ലാവരും ആ കുട്ടികൾക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഏകാധിപത്യ പ്രവണത എന്നുള്ളത്, ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധം രാജ്യത്താകെ ഇങ്ങനെ അലയടിക്കുമ്പോൾ പല നമ്മൾ ഇതിനെ ധ്വനിപ്പിക്കുന്ന പല ക്ലിപ്പുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അതിൽ എനിമീന്ന് മറ്റോ പറഞ്ഞൊരു സിനിമയിലുള്ള ഒരു ഡയലോഗാണ്, എന്താണ് ഈ ഏകാധിപത്യ, ഡിക്റ്റേറ്റർഷിപ്പ്, എന്താണ് അവരുടെ ഒബ്സഷൻ? അവർക്ക് ഒറ്റ ഒബ്സഷൻ മാത്രമേ ഉള്ളൂ ആ കാര്യങ്ങളിൽ. അത് എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അത് പുരാതന റോമിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. റോമിൽ നമ്മൾ ട്രോയൊക്കെ സിനിമ കാണുമ്പോൾ നമ്മൾക്ക് കണ്ടിട്ടില്ലേ, പഴയ റോമിലെ അവിടെയുള്ള വലിയ ദാരിദ്ര്യമുണ്ട്, മറ്റു പ്രശ്നങ്ങളുണ്ട്, അരക്ഷിതാവസ്ഥയുണ്ട്, അവർക്ക് തൊഴിലില്ലായ്മയുണ്ട് ആ രാജ്യത്ത്. പക്ഷേ ആ രാജ്യത്തെ ചേർത്ത് നിർത്താനും സർക്കാരിനെതിരായ ചോദ്യങ്ങളിൽ നിന്നും അവരെ മറ്റ് കാര്യങ്ങളിലേക്ക്
വ്യതിചലിപ്പിച്ചു വിട്ട് മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരാക്കിക്കൊണ്ടായിരുന്നു അവിടുത്തെ റോമിലെ ഭരണാധികാരികൾ ആ റോം എന്നുള്ളൊരു സങ്കല്പത്തെ വീണ്ടും ഊട്ടിയുറപ്പിച്ച് നിർത്തുന്നതാണ് പറയുന്നത്. നമ്മളത് കാണുമ്പോൾ നമുക്കറിയാം, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അത് മാത്രമല്ല വലിയ എൻ്റർടൈൻമെൻറ്റ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് അവരെ ബിസിയാക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. അത് ഒന്ന് മാൻ ടു മാൻ ഫൈറ്റും മറ്റ് ഈ ഗ്ലാഡിയേറ്ററുകൾ അങ്ങനെയാണ് നിർത്തുന്നുള്ളത്. എന്താണ് നമ്മുടെ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലൈറ്റ് വേർഷനോ സത്യത്തിൽ ആലോചിക്കുമ്പോൾ അതിനേക്കാൾ ഈ ജനാധിപത്യ രാജ്യത്ത് നോക്കുമ്പോൾ അതിനേക്കാൾ വലിയ ക്രൂരമായ കാര്യമാണത്. എന്താണ് ഇവിടെ ഒരുമിപ്പിച്ച് നിർത്തുന്നത്? ഇവിടെ ജാതി പറയുന്നു, വർഗീയത പറയുന്നു, മതം പറയുന്നു. നേരത്തെ സനീഷേട്ടൻ പറഞ്ഞില്ലേ, മുസ്ലിങ്ങളാണ് ഈ സമരം നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ അങ്ങോട്ട് ബാക്കൗട്ട് ചെയ്യും, അല്ലെങ്കിൽ മറ്റ് അർബൻ നക്സലുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം അങ്ങ് ബാക്കൗട്ട് ചെയ്യും. ഇതൊക്കെയാണ് ഇവരുടെ ടൂളുകൾ. ഇതൊക്കെ അവർ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞു. അതുമാത്രമല്ല, ഇനി ഈ അസംഖ്യം പേർ സൈബർ ഇടങ്ങളിൽ അണിനിരക്കുന്നുണ്ടെങ്കിലോ ഇവരുടെ IT സെല്ലുകൾ വെച്ചിട്ട് നിരന്തരം ആക്രമിക്കും. ഇവിടെയുള്ള ടൊവിനോ തോമസ് ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഇവിടെയുള്ള BJP-ക്കാർ വീട്ടിൽ പോയി അങ്ങോട്ട് പ്രതിഷേധിക്കുന്നു. അതിനുശേഷം ഇവിടെയുള്ള DYFI-ക്കാർ അവിടെ പോയിട്ട് അതിനെ പ്രതിരോധിക്കുന്നു. അങ്ങനെയല്ല, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അപ്പോഴാണ് ആ വീട്ടുകാരും പുറത്തു വരുന്നിട്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് ഇത് സാധനം. ഇനി ഇത് അവർക്കിത് ഞാൻ നേരത്തെ പറഞ്ഞ ഏകാധിപതി ആകാനുള്ള ഈ ശ്രമങ്ങളിൽ ആ വഴികളിലും ഒക്കെ മറ്റു കാര്യങ്ങൾ ഒന്നുള്ളത് വിദ്യാഭ്യാസത്തിൽ കൈവെക്കുക എന്നുള്ളതാണ്, മറ്റൊന്ന് നമ്മുടെ സാംസ്കാരിക മേഖലയിൽ കൈവെക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ അറിയാതെ ഇതിങ്ങനെ സംഭവിക്കുകയാണ്. ഈ കുട്ടികൾ ഒക്കെ ഇവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്നുണ്ടല്ലോ. നമ്മുടെ വിദ്യാഭ്യാസ നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ ഈ കാവ്യവൽക്കരണം നടന്നു കഴിഞ്ഞിട്ട് കുറേയായി. നമ്മൾക്കടക്കം അതറിയാം. ഇവർ മാറ്റം വരുത്തിയ പാഠപുസ്തകങ്ങൾ തന്നെ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇവിടെ. അന്നൊന്നും ഈ പ്രതിഷേധം കണ്ടിട്ടില്ല. ആ പാഠപുസ്തകത്തിൽ മാറ്റങ്ങൾ വരുത്തിയത് നമുക്കറിയാം. 11ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും പാഠപുസ്തകങ്ങളിലൊക്കെ നിലവിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ഒരു വരിയുണ്ടോ? ഇല്ല. ഇനി മുഗൾ ചരിത്രങ്ങളോ സാമ്രാജ്യങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു വരികളുണ്ടോ? ഇല്ല. ഇതൊന്നുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. അതായത് +2 പൊളിറ്റിക്കൽ സയൻസ് പുസ്തകത്തിലാണ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിലെ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇവിടെയാണ് ഈ അധ്യായത്തിൽ നിന്നാണ് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ഇത് ഒഴിവാക്കിയിരിക്കുന്നത്. അടൽ ബിഹാരി വാജ്പേയിയുടെ രാജ്ധർമ്മ പരാമർശം ഒഴിവാക്കിയിരിക്കുന്നത്. മറ്റൊന്നും മാത്രമല്ല, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ റിപ്പോർട്ടും ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിരുന്നു. അതൊക്കെ അതിൽ നിന്ന് അങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ അണ്ടർസ്റ്റാൻഡിങ് സൊസൈറ്റി എന്ന സോഷ്യോളജിയിലെ 11ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഈ വർഗീയതയുമായി ബന്ധപ്പെട്ടാണ് സത്യത്തിൽ ഈ ഗുജറാത്ത് കലാപം ഒരു ഉദാഹരിച്ച് വെച്ചിരിക്കുന്നത്. ആ വർഗീയതയുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ ഇത് ഇവർക്കുള്ള ഒരു പ്രധാന ടൂളാണല്ലോ ഈ വർഗീയത എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും കുട്ടികളിലേക്ക് അതിനുള്ള ഒരു അവബോധം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വടി കൊടുക്കുക, അടിക്കാൻ വേണ്ടി വടി കൊടുക്കുന്നത് പോലെ ആവുമല്ലോ തീർച്ചയായും. അപ്പോൾ അത് അങ്ങ് മ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, അടിയന്തരാവസ്ഥ, നർമ്മദാ ബച്ചാവോ ആന്തോളൻ, ബാബറി മസ്ജിദിൻ്റെ പരാമർശങ്ങൾ, ഇതൊക്കെ തന്നെ ഒഴിവാക്കി. ഞാൻ പറയുന്നത് ഇവിടെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഇതൊക്കെയും കൂടെ മിണ്ടാതെ പഠിച്ച ആളുകളാണ്. പക്ഷെ അപ്പോഴും അത് പഠിച്ചു കഴിഞ്ഞിട്ടും ഇപ്പോഴും മത്സര പരീക്ഷകളിൽ അവർ ഊണും ഉറക്കവും വിട്ട് 3-4 മണിക്കും രാവിലെ എഴുന്നേറ്റും അവരുടെ അച്ഛനും അമ്മയും ചിലപ്പോൾ ഭക്ഷണത്തിന് പോലും പൈസ ഉണ്ടാവില്ല, പക്ഷെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അത്രയധികം പ്രാധാന്യം നൽകുന്നതുകൊണ്ട് അവർ അത്രയധികം പൈസ മുടക്കി ട്യൂഷൻ വിട്ട് പഠിച്ച് ആ കുട്ടികളൊരു പരീക്ഷ എഴുതിയിട്ട് അതങ്ങ് ഈസിലി മറ്റാർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ താല്പര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരാളുകൾക്ക് തമാശയോ മറ്റോ 1ൽ നിന്ന് 2ാം ക്ലാസ്സിലേക്ക് പോകുന്ന സാധാരണഗതിയിൽ ജയിപ്പിച്ചു വിടുന്നത് പോലെയോ മറ്റോ കാണുകയോ അതിൽ തമാശയായിട്ട് മാത്രമോ കാണുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അങ്ങനെയല്ലേ നിലവിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത്രയധികം കുട്ടികളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം PPT പ്രസൻറ്റേഷനല്ലേ രാഹുൽ ഗാന്ധി നടത്തിയത്, ദൃശ്യങ്ങൾ പുറത്തുവിട്ടതുകൊണ്ട്. 10 വർഷത്തിനിടെ 152 പേപ്പറുകളാണ് ലീക്കായത്. ചെറിയ കണക്കാണോ? അതിൽ 7.5 കോടി വിദ്യാർത്ഥികളാണ് ബാധിക്കപ്പെട്ടിരിക്കുന്നത്. 7.5 കോടി വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അതിന് ഇരട്ടിയുണ്ട് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ. 7.5 കോടി എന്ന് വെച്ചാൽ നമുക്ക് പറയാം ഒരു 10-15-20 കോടി ജനങ്ങൾ ഇതിൽ ആകുലപ്പെടുന്നുണ്ട്, ആശങ്കപ്പെടുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. അത് അവരുടെ അടക്കം ഒരു കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെ അടക്കം ഭാവി ഓർത്ത് തന്നെയാണ് അവർ ആശങ്കപ്പെടുന്നത് എന്നുള്ളതാണ്.